ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കും പിന്നെ വീട്ടിലിരിക്കുന്നവരായാലും പണികളൊന്നും പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തവരുണ്ടാവില്ല, ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ. അങ്ങനെയുള്ളവർക്കും പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളെ കമൻറ്റ് അതും മസ്റ്റാണ് കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് ചില ദിവസം ഉണ്ടാവില്ല, ഒരു മടിയൊക്കെ വരുമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇറങ്ങണ്ടേ, കിച്ചണിലേക്ക് ഇറങ്ങണ്ടേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മടി വരുന്ന ദിവസം ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ചെയ്തത്, ഇപ്പോൾ മഗ്‌രിബ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് കുറച്ച് പച്ചക്കറികളൊക്കെ, അടുത്ത ദിവസത്തേക്കുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കൂടെ ആക്കിയിട്ടിട്ട് കഴുകിയിട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നാളത്തേക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് പച്ചരി, ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3-4 മണിക്കൂർ. അത് ഒന്ന് അധികം വെള്ളം ഒഴിക്കുക, അതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിയിലേക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറില്ലേ, ചോറുണ്ടായിരുന്നു, അത് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കൈപ്പിടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട്, 2 തവി. അപ്പോൾ 2 കൈപ്പിടി അങ്ങനെ കണക്കാക്കി എടുത്താൽ മതി കേട്ടോ. അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഡ്ഡലി മാവും ദോശ മാവും ഒന്നും പൊങ്ങാത്തവർക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, അത് കുറച്ചൊരു പിഞ്ച് മതി കേട്ടോ. ഒരു പിഞ്ച്, ഒരു നുള്ള് ഞാനിതാ ഇപ്പം ഇതിലേക്ക് ഉഴുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് അത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ സാധാരണ ഇഡ്ഡലിയിലേക്ക് ഒന്നും ഉഴുന്ന് ചേർക്കുന്നതുകൊണ്ട് ഒന്നും തന്നെ ചേർക്കലില്ല. നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ അരച്ചിട്ടും പൊങ്ങി വരാത്തവരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉഴുന്ന് ഇട്ടിട്ട് അരക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. വേണമെങ്കിൽ നമുക്ക് വെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2-3 മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ഞാനിത് ഉപ്പും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ അധികം മാവ്, ഒരു 2-3 ദിവസത്തേക്കുള്ള മാവൊക്കെ നിങ്ങൾ അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ദിവസത്തേക്കുള്ള എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പുളിച്ചു പോകില്ലേ മാവ് എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നും സംഭവിക്കില്ല കേട്ടോ. എൻ്റെ ഇഡ്ഡലി മാവ് ദോശ മാവൊന്നും പുളിച്ചു പോവാറേ ഇല്ല, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. പിന്നെ ഈസ്റ്റ് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുക്കില്ലാന്ന്. പിന്നെ നിങ്ങൾ കാസറോളിൽ ഇങ്ങനെ പൊങ്ങാത്തവരൊക്കെ ആണെങ്കിൽ കാസറോളിലൊക്കെ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ആ ഒരു ചൂട് അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വലിയൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കുക. നമ്മൾ റൈസ് കുക്കറിലെ ചോറുണ്ടാക്കുന്നത് അതിൽ ആക്കിയിട്ട് ഇറക്കി വെക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ല. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും മാവ് പൊങ്ങാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ചിലർക്ക് എങ്ങനെ അരച്ച് വെച്ചാലും പൊങ്ങിക്കിട്ടും. അങ്ങനെയുള്ളവർ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അതില്ലാത്തവർക്ക്, ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ മാവ് അരക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കാണ്ട്, പ്രത്യേകിച്ച് ഇഡ്ഡലി മാവ് കേട്ടോ, ഏറ്റവും വെള്ളം കുറച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക. അപ്പോഴാണ് നല്ല എന്താ പറയുക, നല്ല പൊങ്ങ് പോലത്തെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. ഞാൻ ഒരുപാട് ഇഡ്ഡലിക്ക് അരക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നോർമൽ നമുക്ക് എപ്പോഴും എന്താ പറയുക പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാട്ടോ കാണിച്ചത്. ഇനിയിപ്പോൾ ഇതാ പിറ്റത്തെ ദിവസത്തേക്ക് ഞാൻ സാമ്പാർ, ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ, ഒരു ഇൻസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡായിട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ഒന്നും ചിലപ്പം ചിലർക്ക് പറ്റണമെന്നില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിച്ചണിൽ വരാൻ പറ്റണമെന്നില്ല. എന്നാലും പിറ്റത്തെ ദിവസത്തേക്ക് ഇപ്പോൾ ദോശക്കാണെങ്കിൽ ദോശക്ക് അരി ഇട്ട് വെക്കാണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ കടല ഇട്ട് വെക്കണമെങ്കിൽ കടല വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. നാളെ എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലഞ്ചിന് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മൈൻഡിലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. അതും നമുക്ക് ഭയങ്കര ഈസിയാവും. ചിലർക്ക് ഇപ്പോൾ ഇതുപോലെ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
അങ്ങനെയുള്ളവർ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് വെക്കട്ടെ. എന്നാലും നിങ്ങൾക്ക് പിറ്റത്തെ ദിവസം കുറച്ചുകൂടെ ഒന്ന് ഈസിയാവും. ചിലർക്ക് പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്, അങ്ങനെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കുക്കിംഗ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് എന്താ പറയുക, കുറച്ച് സമയം കിച്ചണിൽ നിന്നാൽ മതിയായും, പിന്നെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് വേറൊരു കാര്യം. ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ രാവിലെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തയക്കുക, അവർക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുക്കുക, നമ്മളെ കുക്കിംഗ് ക്ലീനിങ് എല്ലാം ഉണ്ടാവും. ജോലിക്ക് പോകുന്നവരും കുട്ടികളുള്ളവരും കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരാകുമ്പം നിങ്ങളിത് ചെയ്യും. കാര്യം ഒരു 8 മണിക്ക് നിങ്ങൾക്ക് കുട്ടികളെയും ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഒരു 7 മണിക്ക് പറഞ്ഞേക്കണം. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്ത് കുറച്ച് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എണീറ്റിട്ടും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ അവരെ കൂടെ നിൽക്കേണ്ട കുറച്ച് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവരെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ അവരെ കൂടെ രാവിലെ ചിലപ്പോൾ പഠിക്കുന്ന മക്കളുണ്ടാകും, അവരെ കൂടെ ഒന്ന് സപ്പോർട്ടായിട്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ചായയൊക്കെ ഇട്ട് കൊടുക്കുക, ഒരു ചായ ഒരു ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഹസ്ബൻഡിൻ്റെ കൂടെ ആണെങ്കിലും കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുക, ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ഗ്ലാസ് ചായ. എത്ര പേരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒരു 10 മിനിറ്റ് അവരെ കൂടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ, ഒന്ന് സംസാരിച്ച് ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ മക്കളെ കൂടെ ഇരുന്ന് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ചായ കുടിക്കുന്നവർ എത്ര പേരുണ്ട്, അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റാറുണ്ടോ, അല്ലെങ്കിൽ ഇനി പറ്റട്ടെ, നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ നമുക്ക് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവരെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അല്ലാണ്ട് അവർക്കുള്ള ടിഫിൻ കൊടുത്തയക്കുക, അവരെ പറഞ്ഞയക്കുക, എന്നിട്ട് ഭയങ്കര ഹറിബറിയായിട്ട് പണികൾ തീർക്കുക, അതല്ല കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് നമുക്ക് പണികൾ തീർക്കാനും അവരെ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ശ്രദ്ധ ചെലുത്താനും മാത്രമല്ല, ഇനിയിപ്പോൾ അതൊന്നും രണ്ടും അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബോഡീൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കുറച്ചുകൂടി ഒരു ടൈം നമുക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണമെന്നില്ല. അധിക പേർക്കും എന്താ പറയുക തിരക്കിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിതാ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂർ നിന്നാൽ മതി കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അത് മസ്റ്റാണ് കേട്ടോ. കിച്ചൺ രാത്രി നിങ്ങൾ നീറ്റാക്കിയിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ പോകാൻ. സിങ്കിലൊരു പാത്രം പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം, ക്ലീൻ ആക്കിയിടണം, എന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നോക്കുക വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ വേഗം നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എന്തോ കുറേ പണി കഴിഞ്ഞ പോലെ തോന്നും. ആദ്യം ആ മാവ് ഒന്ന് തുറന്ന് നോക്കൂട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പൊങ്ങുന്നറിയാം, എന്നാലും പൊങ്ങിയോ ഇല്ലയോ അത് കാണാനൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നമ്മൾ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കേട്ടോ. കുറേ പേര് കമൻറ്റിൽ കാര്യങ്ങളൊക്കെ അറിയിക്കലുണ്ട്. ചിലതൊക്കെ ഞാൻ വായിക്കുമ്പോൾ ചിരിക്കും കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ചിരിക്കലുണ്ട്. കോമഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടാവും, അങ്ങനെയൊക്കെ കുറേ. അപ്പോൾ ഇതാ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇതേ രീതിയിൽ തന്നെ കിട്ടലുണ്ട് കേട്ടോ. പൊങ്ങി പുറത്തേക്ക് പോകാറുണ്ട് ചില സമയം. അപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, ഒരു ഗ്ലാസ്സിന് 1/2 ടീസ്പൂൺ ഉലുവ ഉഴുന്നിൻ്റെ കൂടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് എന്തായാലും ചെയ്തു വെച്ചോ. നമുക്ക് ഹെൽത്തിയുമാണ്, മാവ് പൊങ്ങാനും ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റാണ്. ഇനി നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് പുറത്തെടുത്ത് വെച്ചു. അതിന് ശേഷം എനിക്ക് കുറച്ച് അലക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കാനിട്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അലക്കലും കാര്യങ്ങളും കൂടെ കഴിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഇഡ്ഡലി മാവ് റെഡിയാണല്ലോ, അതിൽ ഉപ്പും നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് നമ്മളെ ആവിച്ചെമ്പിൽ വെക്കട്ടെ, ഇഡ്ഡലി ചെമ്പിൽ വെക്കട്ടെ. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെക്കും. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ആ സമയം നമ്മൾ വെറുതെ കളയരുത്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരട്ടെ. ആ ഒരു സമയം നമുക്ക് സാമ്പാർ, നല്ല ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു മസാല സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ കോംബോ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ.
എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കഷ്ണങ്ങളൊക്കെ നല്ല കട്ട് ചെയ്ത് വെച്ചില്ലേ, നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കഷ്ണം ഇല്ലെങ്കിലും ഈ സാമ്പാർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ കുക്കറിലിടുന്ന ഭാഗമല്ല, അതങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് കഷ്ണങ്ങളൊക്കെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ ഇന്നത് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കിട്ടും. പിന്നെ വെണ്ടയും വഴുതനും ഞാനിതിൽ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണ്ട, പ്രത്യേകിച്ച് വഴറ്റിയിട്ടും ഇട്ട് കൊടുക്കണ്ട. അതവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കുമല്ലോ, എടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ വെണ്ടയും വഴുതനയും നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ഈസിയാണ്, സ്പെഷ്യലായിട്ട് വറുത്ത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇഡ്ഡലി പാത്രം നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഉള്ളതായിരുന്നു. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, പാത്രം അടിപൊളിയാണ്. അപ്പോൾ അതിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പർച്ചേസിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെറുതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇതിപ്പോൾ 8 എണ്ണമാണ്, ഇതിൽ കൂടുതലും ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഒക്കെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം മാവ് അരച്ച് വെക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് രാത്രിയിൽ അരച്ച് വെക്കാം. അല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കരുതി വെക്കും. ഇനി പത്തിരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് നമ്മൾ രാവിലെയല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുക, അത് ഈ സമയം ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ലഞ്ചിന് നമ്മൾ ആ സാമ്പാറിന് നമ്മൾ എടുക്കുക. ആ ഒരു രീതിയിലൊക്കെ പോവാട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് സമയം ഉള്ളവരൊന്നും കുഴപ്പമില്ല വേറെ ഉണ്ടാക്കാനൊക്കെ. ചെറിയ മക്കളുള്ളവർ അവർക്ക് എന്തെങ്കിലും ആയാൽ മതി എന്നായിരിക്കും. അപ്പോൾ ചെറിയ മക്കളുള്ളവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർക്കൊന്നും ഒരുപാട് ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഉച്ചക്ക് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ടൈമില്ലെങ്കിൽ രാത്രി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കുന്ന രീതിയിൽ കുക്കിംഗ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് വിചാരിച്ചിട്ട് മൈൻഡിലൊന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. അല്ല നമ്മൾ കുറച്ചുണ്ടാക്കി പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അധികവും ജോലിക്ക് പോകുന്നവർ ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും. കാരണം അവർക്ക് പ്ലാൻ ചെയ്യാതെ ഒന്നും എന്താ പറയുക, ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. പ്ലാൻ ചെയ്താൽ അവർ വിചാരിച്ച സമയത്ത് അവർക്ക് പോകാനും ഒക്കെ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്ത് പോകണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക പേരും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി നല്ല പൂപോലെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാറിലേക്കായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, ഓയിൽ എടുക്കരുത്. പിന്നെ കുറച്ച് കറിവേപ്പില, അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു സവാള കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ കായം ഉണ്ടെങ്കിൽ കായപ്പൊടിയാണെങ്കിലും കായത്തിൻ്റെ കഷ്ണമാണെങ്കിലും ചേർത്ത് കൊടുക്കണം. ആ എണ്ണയിലേക്ക് ഒരു സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഭയങ്കരമല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഉള്ളിയും തക്കാളിയും മാത്രം മതി ഈ ഒരു സാമ്പാറിലേക്ക്. ഒരു ഈസി സാമ്പാർ തന്നെയാണ് കേട്ടോ. ഞാൻ കായത്തിൻ്റെ പീസോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. ആ കഷ്ണങ്ങളെ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ. കഷ്ണങ്ങളില്ലെങ്കിൽ അത് വേണ്ട, ഇത് മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെ സവാള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച തക്കാളി ഇല്ലേ, ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. 1-2 തക്കാളി എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് കുഴപ്പമില്ല. 1-2 സവാള എടുക്കാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഇനി ചേർക്കാനുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ബാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി കുറച്ചും ബാക്കി സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഇതും 1/2 ടീസ്പൂൺ കാശ്മീരിയാണ് ഞാൻ ഒരു 1/4 ടീസ്പൂണെല്ലാം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തു. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു
3 ടേബിൾ സ്പൂൺ ഇത് സാമ്പാർ പൊടി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. സാമ്പാർ പൊടി ചേർക്കാത്ത സാമ്പാർ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ബ്രാഹ്മിൺ സാമ്പാർ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ള കുറേ സാമ്പാറുകൾ കുക്കറിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പാറുകളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊക്കെ മുന്നത്തെ വീഡിയോസൊക്കെ നമ്മളത് കണ്ടു നോക്കുക, റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വെന്ത് വന്നിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങളുണ്ടല്ലോ അത് വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടെങ്കിൽ വെന്ത് കുഴഞ്ഞിട്ടില്ല കേട്ടോ, കാരണം നമുക്കിനി വഴുതനയും കൂടി ഇതിൽ വേവിക്കാനില്ലേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ വെന്ത് വരുമ്പോഴത്തേക്കും കഷ്ണങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ വഴുതനയും വെണ്ടയും കട്ട് ചെയ്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂടാനുള്ള ഐറ്റംസാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ശർക്കര, ആ എരിവും കുറച്ച് പുളിയും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ആ പുളിയും ഉപ്പും മധുരവും എല്ലാം ഒന്ന് സെറ്റാകും. പുളി ഉപ്പൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരിക്കൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ. നന്നായി തിളച്ചൊരു 5 മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കും വഴുതിനൊക്കെ കുക്കായതിന് ശേഷം ഇതാണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്പ്. നമ്മളിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു സാമ്പാറിലേക്ക് പരിപ്പിന് പകരം കടലപ്പൊടിയില്ലേ, നമ്മൾ പക്കവട ഉള്ളിവടൊക്കെ ഉണ്ടാക്കാൻ ഇട്ടെടുക്കുന്ന കടലപ്പൊടി, ആ കടലപ്പൊടി കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിലേക്ക്, നിങ്ങൾ കുറേ ഉണ്ടാക്കുന്നില്ല അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കോ. 1 ടീസ്പൂൺ കടലപ്പൊടി പച്ചവെള്ളത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കുറുകലില്ലേ നമ്മളെ സാമ്പാറിനെ, ആ ഒരു രീതിയിലേക്ക് നമ്മളെ സാമ്പാർ വരും കേട്ടോ. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം വറവിട്ട് ഒഴിച്ചതാണ്, അതുകൊണ്ട് അവസാനം ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റുള്ള സാമ്പാറാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിലേക്കും ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലിയിലേക്കും എല്ലാം പറ്റുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം, കമൻറ്റിലൂടെ അറിയിക്കണം, മറന്നു പോകരുത്. ഇനിയിപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇന്നലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്ന് കാണിക്കും. ബീട്രൂട്ട് പച്ചടിയായിട്ട് ഉണ്ടാക്കുന്നത്. 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അത്ര തന്നെ മതി കേട്ടോ, ഒരു 2 നുള്ളൊക്കെ മതി. പിന്നെ 2 പച്ചമുളക് എരിവിനായിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബീട്രൂട്ട് ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ കേട്ടോ ഫുൾ ഞാനിങ്ങനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബീട്രൂട്ടിനെ 2 കഷ്ണാക്കിയിട്ട് കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട 2 വിസിലടിച്ചിട്ട് ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുത്തിട്ട് തണിയുമ്പോൾ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടു. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ആ ഒരു സമയത്ത്. എന്നിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്രേറ്റ് ചെയ്ത് ചെറുകിയ ആ ഒരു ബീട്രൂട്ടില്ലേ അത് ചേർത്ത് കൊടുത്തുള്ളൂ. ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബീട്രൂട്ട് പച്ചടിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേവിക്കണ്ടെന്നുണ്ടെങ്കിൽ സാധാ പോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് പച്ചക്കന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് ഇതിപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഞാൻ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് അങ്ങനെ ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. ബീട്രൂട്ട് അത് ചെയ്യാൻ മറന്നു പോയത്. പിന്നെ ഞാൻ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരായിട്ട് എടുക്കുക. നമുക്കിവിടെ അതാണ് ഇഷ്ടം. വേണമെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ പുളിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റിയൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പില്ലേ തേങ്ങേൻ്റെ അരപ്പ്, ആ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു വെള്ളമില്ല അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. ആ ഒരു സമയം വരെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പച്ചടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറിന്. സാമ്പാർ എക്സ്ട്രയാണ് ശരിക്ക്. അപ്പോൾ അത് വറ്റി റെഡിയായി വരുമ്പോൾ നമുക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ പച്ചടിയിലേക്ക് വളരെ കുറവെടുക്കണം, തൈര് കൂടുതലും എടുക്കണം കേട്ടോ. അപ്പോഴാണ് പച്ചടിക്ക് ഏത് പച്ചടിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്ലെയിം വേണ്ട കേട്ടോ, ഇനി തീ കത്തിക്കണ്ട. എന്നിട്ട് ഈ ഒരു ചട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ചൂടില്ലേ അത് മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ സദ്യ റെസിപ്പികളൊക്കെ പഠിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ എന്താ പറയുക, സാധാ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പേരിക്ക് പകരം പൈനാപ്പിൾ പച്ചടി, ഈ പച്ചടി, അവിയൽ, കൂട്ടുകറി, ഓലൻ, അങ്ങനെ എന്തെങ്കിലും ഒരൈറ്റം ഉണ്ടാക്കുമ്പോൾ റഫീഖക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ
ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ പണ്ട് മുതൽ ഞാൻ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത്. അപ്പോൾ അങ്ങനെ അതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ സദ്യ കഴിക്കാൻ ഇഷ്ടമാണെന്ന് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളവരെന്തെങ്കിലും ചെയ്ത് നോക്ക്. പിന്നെ ഇതാ നമ്മൾ പച്ചടി വറവിടുന്ന സമയത്ത് കടുകിട്ടിട്ട് കറിവേപ്പിലിട്ടിട്ട് 1 ടീസ്പൂൺ തേങ്ങ ചെറുതായിട്ട് ചെറുകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഗോൾഡൻ കളറാകുമ്പോൾ അത്ര മതി കേട്ടോ. ആ ഒരു വറവിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കടുകും കറിവേപ്പിലും ഇടുന്നതിനേക്കാളും ടേസ്റ്റാണ് ആ ഒരു തേങ്ങ. അതുപോലെ തന്നെ പച്ചമുളക് എരിവിനല്ല, അതൊരു വറവിടുമ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് അതും ആ തേങ്ങേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് വറവിട്ട് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്, സാമ്പാറും പച്ചടിയാണ് കേട്ടോ നമ്മൾ ലഞ്ചിനേക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു പപ്പടം പൊരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാട്ടം മുളകില്ല അതൊന്ന് വറുത്തെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അതുവരെയുള്ള പാത്രങ്ങൾ ഞാൻ ഇടയിൽ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, കുക്കിങ്ങിൻ്റെ ഇടയിൽ ആവുന്ന പാത്രങ്ങൾ കഴുകി വെക്കലുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ 1-2 പാത്രങ്ങൾ, ഇല്ലെങ്കിൽ ഒട്ടും പാത്രങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ചിലർ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന കിച്ചണിൽ ഡെയിലി നമ്മൾ ക്ലീനിങ്ങും നടത്തണം കേട്ടോ. ഗ്യാസ് ഡെയിലി നമ്മൾ തുടക്കണം. എന്തെങ്കിലും ഒരു ലിക്വിഡ് ആക്കിയ ക്ലോത്ത് കൊണ്ട് ഒന്ന് തുടച്ചിട്ട് പിന്നെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തുടച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും ആവശ്യമുള്ളൂ. അത് നമ്മൾ ഒരാഴ്ചത്തേക്കൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. കിച്ചൺ എപ്പോഴും നമ്മൾ നീറ്റാക്കിയിടണം. പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ അല്ലേ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ താഴത്തേക്ക്, കൗണ്ടർ ടോപ്പിൽ പോലും ആകാതെ നമ്മളൊരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ ഒക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യണം. അതങ്ങനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗം നീറ്റായിട്ടിരിക്കും. പിന്നെ ചിലർ ചെയ്യുമ്പോണ്ട് നമ്മൾ ഒരു ഉള്ളിയൊക്കെ തൊലിക്കുകയാണെങ്കിൽ നിലത്തും മാറ്റിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വരാതെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. കിച്ചൺ മാത്രമല്ല, കിച്ചൺ വൃത്തികേടായാൽ നമ്മൾ വീടും വൃത്തികേടാവും. അപ്പോൾ കിച്ചൺ നീറ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ വീട് മൊത്തം നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഫ്ലോറിലേക്കൊന്നും വീഴാതെ വെള്ളവും നമ്മൾ ചെയ്യുന്ന പണികൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഒരു നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പണികളും കുറവായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ളവർ കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചൊന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും തുടക്കേണ്ട കാര്യം ഉണ്ടാവില്ല. എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഒന്ന് ഒതുക്കി പെറുക്കിയിട്ടിട്ട് പോയാലും ഒരു എന്താ പറയുക, ഒരു നീറ്റ്നെസ്സും ഉണ്ടാവില്ല, ഒരു വൃത്തികേട് എവിടെയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികൾ ലാഭമായിട്ട് വരും. ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം അതിൻ്റെ മുന്നായിട്ട് ഞാനിപ്പം രാവിലെ കിച്ചണിലേക്ക് വന്നത് ഒരു 6 മണിയായപ്പോഴാണ് കിച്ചണിലേക്ക് വന്നത്. നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ കിച്ചണിലേക്ക് വരിക കേട്ടോ. എനിക്കിപ്പോൾ അത്ര നേരത്തെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ടൈമിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തുക. 1 മണിക്കൂർ നിങ്ങൾ കുക്കിങ്ങിനായിട്ട് ചിലവഴിക്കുക, 1 മണിക്കൂർ നിങ്ങൾ ക്ലീനിങ്ങിനായിട്ടും ചിലവഴിക്കുക കേട്ടോ. പിന്നെ കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കി അകമൊക്കെ ഒന്ന് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി റെഡിയാക്കിയിട്ട് വെക്കട്ടെ. അപ്പം നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു ഒതുക്കി പെറുക്കലും കാര്യങ്ങളൊക്കെ രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട്, മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എന്നും തുടക്കുന്നവരായിരിക്കില്ല. അങ്ങനെയാണെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടാൽ തന്നെ നിങ്ങൾ വീട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. മാക്സിമം നമ്മൾ വീട് അലങ്കോലാക്കി ഇടാതെ വൃത്തികേടാക്കി ഇടാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് ടൈം ചിലവഴിക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളിലോടത്ത് അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയും. പക്ഷെ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ നമ്മൾ ശീലിപ്പിച്ചെടുക്കണം കേട്ടോ. കുട്ടികൾ വികൃതിയുള്ള കുട്ടികളുണ്ടാവും, പല സ്വഭാവമായിരിക്കും പല കുട്ടികൾക്കും. പക്ഷെ നമ്മൾ ശീലിപ്പിച്ചെടുക്കുന്നിടത്താണ് കേട്ടോ. പിന്നെ നമ്മളെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ കൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഹസ്ബൻഡാണെങ്കിലും അവരെ കൊണ്ട് ചെറിയ ഹെൽപ്പൊക്കെ നമുക്ക് ആവശ്യപ്പെടാം, ചെയ്യുന്നവരുണ്ടാവും. എന്നാലും അല്ലാണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികളുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവരൊറ്റയ്ക്ക് ചെയ്താൽ എന്തായാലും എല്ലാ കാര്യവും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കൊരു മടുപ്പും കാര്യങ്ങളും എല്ലാം വരും ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ അവരെ ഹെൽപ്പും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതെന്തോ വീഡിയോയിൽ പെട്ടില്ല, സോറി. അങ്ങനെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ അതാ റഫീഖ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച ആ പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അതിൽ വിന്നേഴ്സ് പോലും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത 10 വിന്നേഴ്സിൽ 6 വിന്നേഴ്സ് നമുക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇനി 4 പേരും കൂടെ അയച്ചു തരാം. അവരുടെ പേര് ഞാൻ ജസ്റ്റ് വായിക്കാം. ബുഷ്റമോൾ VK, 3 ക്യൂൻസ് ബ്ലോഗ്, ഷൻവ ഫാത്തിമ, റജിത സിജോ, ഇവരാണ് കേട്ടോ നമുക്ക് അഡ്രസ്സ് തരാത്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ ഫോൺ നമ്പറും കൂടെ ആക്കിയിട്ട് തരിക. ഇനി അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ തരിക കേട്ടോ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ കമൻറ്റിലും കൂടെ നിങ്ങളുടെ അഡ്രസ്സ് നമ്മൾ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ അഡ്രസ്സ് തന്നിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന് പകരം 4 പേരെ, 10 പേർക്കല്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതിന് പകരം 4 പേരെ നമ്മൾ പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നവർ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഈ വീഡിയോൻ്റെ താഴെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ജംഷി റെസിപ്പീസ് എന്ന ഇൻസ്റ്റാഗ്രാം ID നിങ്ങളെ അഡ്രസ്സും അതുപോലെ തന്നെ പേഴ്സണൽ നമ്പറും കൂടെ തരിക കേട്ടോ, മറന്നു പോകണ്ട. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തന്നാലാണ് ബാക്കിയുള്ള വിന്നേഴ്സിന് നമുക്ക് പെട്ടെന്ന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക. എൻ്റെ അടുത്ത് റെഡിയാണ്, പക്ഷേ അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ മൊത്തം ഇത് കിട്ടണ്ടേ, അഡ്രസ്സ് കിട്ടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോയത് കേട്ടോ, എല്ലാവരും ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ID ജംഷി റെസിപ്പീസ് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ അതിലും റീൽസൊക്കെ ഇടയ്ക്ക് കൊടുക്കലുണ്ട്. അപ്പം ഞാനിപ്പോൾ 6 മണി മുതൽ 7 മണി വരെ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളും, അതിപ്പോൾ എന്ത് കുക്കിംഗ് ആണെങ്കിലും കേട്ടോ, എന്ത് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും അത്ര സമയം എടുക്കുകയുള്ളൂ. അതുപോലെ 1 മണിക്കൂർ ഞാൻ എൻ്റെ ക്ലീനിങ്ങിനും ഉണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മേലെ മൊത്തത്തിൽ അടിച്ചു വാരി മേലെ ഭാഗമാണ് തുടച്ചത്, താഴെ തുടച്ചിട്ടില്ല. അങ്ങനെ ഒന്ന് കണക്ക് കൂട്ടിയിട്ടാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നും മൊത്തമൊന്നും ഞാൻ തുടക്കാനൊന്നും നിൽക്കില്ല, അങ്ങനെയൊക്കെയാണ് പണികളൊക്കെ ചെയ്യൽ. അപ്പോൾ പിന്നെ ഇതൊന്നും പറ്റാത്തവരുണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളെ വീട്ടിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ചിലർ പറയും കുട്ടികളുള്ളവർക്ക് ഇതൊന്നും പറ്റൂല, അപ്പോൾ പറ്റുന്നവർ ഫോളോ ചെയ്യുക. ചിലർ പറയും വീട്ടിൽ ഒരുപാട് പേരുണ്ട്, ഉമ്മ ഉപ്പ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്കൊന്നും ഇത് പറ്റൂല. എല്ലാ വീട്ടിലും ഒരുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് പറ്റും പോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളൊരു ഡെമോ തന്നു എന്ന് മാത്രം, ഒന്നൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു എനർജി കിട്ടിയിട്ട് നിങ്ങളെ പണികളൊക്കെ തീർക്കുന്ന സമയത്ത് തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 6 ഇടലും കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പണി എന്ന് പറയുന്നത് ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനിയുള്ള ടൈം എന്താ ചെയ്യാൻ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നെപ്പോലെ നേരത്തെ പണികൾ തീർക്കണമെന്നില്ല. ഓഫീസിൽ പോകുന്നവർ അവർക്ക് പിന്നെ മസ്റ്റ് ആണല്ലോ. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് എത്ര സമയമാണോ നിങ്ങൾക്ക് ഫ്രീ ആവേണ്ടത് അതിനനുസരിച്ച് തീർത്താൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇനി ഞാനൊരു 2 മണിക്കാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് എണീക്കുക കേട്ടോ. അതിനിടയ്ക്ക് നിസ്കാരത്തിനും ആരെങ്കിലും വന്നാൽ മാത്രം ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് എണീക്കുള്ളൂ. അത്രയും വർക്ക് നമുക്കുണ്ടാവും കേട്ടോ. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം റീൽസ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ടൈം നിങ്ങൾ വിചാരിക്കുന്ന സമയമൊന്നുമല്ല കേട്ടോ. അത്രയും വേണം. ഇടവിട്ട് വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ നല്ല ടാസ്ക്കാണ്. അപ്പോൾ അത്രയും എക്സ്ട്രാ ടാലൻറ്റും എക്സ്ട്രാ ടൈമും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ പിടിച്ച് നിൽക്കാനും ഇതിൽ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഒന്നും ആവാൻ നമുക്ക് പറ്റില്ല. എല്ലാ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പണികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആക്കുന്നത്. ഞാനും ആദ്യം ഉച്ചയ്ക്കാകുമ്പോൾ പണി തീർക്കുന്ന ഒരാൾ തന്നെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഒന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു, ഈ കാര്യങ്ങൾ മാത്രം ചെയ്ത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്താൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഫ്രീ ടൈം ഇപ്പം ഞാൻ കണ്ടെത്തുന്നത് കേട്ടോ. ഇങ്ങനെ ജോലിക്ക് പോകുന്ന പോലെ തന്നെ എൻ്റെ മൈൻഡിൽ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പണികൾ തീർക്കുന്നത്. പണികൾ തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ വർക്കിനും നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഫ്രീ മൈൻഡായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ അത് മറന്നു പോകരുത്. പിന്നെ അടുത്ത ഗിവ് അവേയിൽ നിങ്ങളുടെ പേരും കൂടെ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കമൻ്റ് ഇടാൻ ആരും മറന്നു പോകണ്ട. ഡെയിലി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.